ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ. ശബരിമലയിൽ വീണ്ടും അന്വേഷണം. ജീവനക്കാരുടെ പണമിടപാടുകളിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ ഇടപാടുകൾ സംശയകരമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സായ്കുമാർ വിവരങ്ങളുമായി. സായ്കുമാർ, ഇപ്പോൾ ശബരിമലയിൽ രണ്ടാമത്തെ അന്വേഷണത്തിനാണ് ഇപ്പോൾ കോടതി ഉത്തരവിടുന്നത്. കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ കർശനമായ ചില പ്രതികരണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. സായ്കുമാർ, തീർച്ചയായും സ്മൃതി, ഇപ്പോൾ ദേവസ്വം ബെഞ്ച് സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് വീണ്ടും ഒരു അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ ഇപ്പോൾ കോടതിയുടെ ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ജീവനക്കാരുടെ പണമിടപാടുകളിലാണ് ഇപ്പോൾ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ പണമിടപാടുകൾ സംശയകരമാണ് എന്നാണ് കോടതി പറയുന്നത്. അത് ഒരു റിപ്പോർട്ടായി തന്നെ കോടതിയുടെ മുന്നിലുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 14 ലക്ഷത്തിലധികം രൂപ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റം ചെയ്തു എന്നാണ് കോടതി പറയുന്നത്. 2 ജീവനക്കാർ 1 ലക്ഷത്തിലധികം രൂപയും മറ്റ് 3 പേർ 25,000 രൂപയും അയച്ചു. ഇതൊക്കെ സംശയകരമായ രീതിയിലാണ് ഇത്രയധികം പണമിടപാടുകൾ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം നടന്നത്. അങ്ങനെ സംശയത്തിന്റെ പേരിൽ ഈ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും അവർ ഹാജരായില്ല എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. സ്ഥിരം ജീവനക്കാരും അതോടൊപ്പം താൽക്കാലിക ജീവനക്കാരും ഇപ്പോൾ സംശയ നിഴലിലുണ്ട്. സന്നിധാനത്തെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിൽ നടന്ന എല്ലാ ഇടപാടുകളും ഇതുകൊണ്ട് തന്നെ പരിശോധിക്കണം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. മണ്ഡലകാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കണം. അത് 3 ആഴ്ചക്കകം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനും ഇപ്പോൾ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു തട്ടിപ്പ് ശബരിമല കേന്ദ്രീകരിച്ച് ഈ മണ്ഡല മകരവിളക്ക് സമയത്ത് നമുക്കറിയാം മണ്ണാരത്തിലടക്കം വലിയ രീതിയിൽ പണം ശബരിമലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി ആളുകൾ ആ സമയത്ത് അവിടെ ജോലികൾ ചെയ്യുന്നുണ്ട്. അതിൽ ചില ആളുകളുടെ പണമിടപാടുകളാണ് ഇത്തരത്തിൽ സംശയമുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്തിരിക്കുന്ന താൽക്കാലികവും സ്ഥിരമായിട്ടുള്ള മുഴുവൻ ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ തേടണം. അവർ അയച്ചിട്ടുള്ള പണമിടപാടുകൾ പരിശോധിക്കണം. അപ്പോൾ ഒരു വലിയ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ടോ എന്ന് ഇപ്പോൾ കോടതി സംശയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ മറ്റൊരു അന്വേഷണം കൂടി ഇപ്പോൾ നടക്കുകയാണ്. സ്മൃതി, ശരി. സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ പണമിടപാടിൽ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്.